11 ജില്ലകളിൽ ചൊവ്വാഴ്ച വരെ താപനില മുന്നറിയിപ്പ് തുടരും. യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചത്. ബുധനാഴ്ചയോടെ വേനൽമഴ സജീവമാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. MG പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ആശ്വാസമേകുന്ന വാർത്തയാണല്ലോ. ഈ വേനൽമഴ എപ്പോഴുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം? പ്രവിധ മെയ് 8 സംസ്ഥാനത്ത് വേനൽമഴ സജീവമാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച വരെ ഉയർന്ന താപനില സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ തുടരും. 39 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുള്ളത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് ഈ ദിവസങ്ങളിൽ രേഖപ്പെടുത്താൻ സാധ്യതയുള്ളത്. മറ്റ് ജില്ലകളിലും താരതമ്യേന സാധാരണ താപനിലയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഈ വേനൽമഴ എത്തുന്നതോടുകൂടി തന്നെ ഇപ്പോഴത്തെ ചൂടിന് താൽക്കാലിക ആശ്വാസം ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മാത്രമല്ല, ബുധനാഴ്ച എറണാകുളം ജില്ലയിൽ ഈ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയിൽ യെല്ലോ അലർട്ടാണ് ബുധനാഴ്ച പ്രഖ്യാപിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച വയനാട് ജില്ലയിലും നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം പകുതിയോടുകൂടി തന്നെ സംസ്ഥാനത്ത് വേനൽമഴ ശക്തമാകുമെന്നതാണ് അറിയാൻ കഴിയുന്ന കാര്യം. ഈ മെയ് 15 ശേഷം കാലവർഷം എപ്പോൾ എത്തുമെന്ന് അറിയാൻ കഴിയുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പ്രവിധ, ശരി, എന്തായാലും കനത്ത ചൂടിന് ആശ്വാസമേകിക്കൊണ്ട് ചൂട് കുറഞ്ഞു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബുധനാഴ്ചയോടെ വേനൽമഴ സജീവമാകുമേക്കും എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്.